ചേട്ടന്റെ വിഷു അടിപൊളിയായിരിക്കണം. വിഷു ഒക്കെ ആയിട്ട് എന്തോ പരിപാടി? ലോട്ടറി ഒക്കെ തീർന്നോ? നാളത്തെ എത്ര ഉണ്ട്? എവിടാ ചേട്ടന്റെ വീടോടാ? ആ വൈദ്യശാലയില്ലേ, അതിന് വടക്കോശം വെച്ച് പടിഞ്ഞാട്ട്. വിഷു കഴിഞ്ഞിട്ടൊക്കെ കിട്ടിയോ? കഴിഞ്ഞിട്ട് എല്ലാത്തിനും തരുന്നുണ്ട്. എത്ര രൂപ കിട്ടി? എല്ലാം കൂടെ 10, 200, 250 രൂപ. ഞാൻ മിക്കവാറും ചേട്ടനെ ശ്രദ്ധിക്കാറുണ്ട് ഇതുവഴിയുള്ള യാത്രയിലൊക്കെ. എന്തെങ്കിലും ചേട്ടൻ്റെ അടുക്ക ഒന്ന് വരണമെന്ന് കരുതിയിട്ടുള്ള വ്യക്തിയാണ്. ഒരു പയ്യൻ കാണാൻ പേരൊക്കെ ഞാൻ പറഞ്ഞു, ഇതിന്റെ പണി അറിയാവുന്ന. ആണോ? ഈ വീലൊന്ന് റെഡിയാക്കി തരാമോ? ഇതിന്റെ വീലോ? അതൊക്കെ നമുക്ക് റെഡിയാക്കിപ്പിക്കാം. പിന്നെ ചേട്ടന് എന്ത് സംഭവിച്ചാ? പ്രഷർ കുറഞ്ഞിട്ട് സ്ട്രോക്കായി. എത്ര വർഷമായി ഇപ്പം 2014. എത്ര വർഷമായി? 2014 12 വർഷം കഴിഞ്ഞു. 12 വർഷം കഴിഞ്ഞു. അപ്പം ഞാൻ മിക്കവാറും ചേട്ടനെ കാണാറുള്ളതാണ്. അപ്പൊ ചേട്ടന് വിഷു കഴിഞ്ഞിട്ട് ആരെങ്കിലും ഒക്കെ തന്നോ? ഇപ്രാവശ്യം തന്നു. 250 രൂപ കിട്ടി. ലോട്ടറി എത്ര ഉണ്ട് ഇന്ന്? ഇന്നത്തെ തീർന്നു. ഇനി നാളത്തെ എത്ര ഉണ്ട്? നാളത്തെ 90 എടുക്കും. 90 എടുക്കും. 1, 2, 3, 4. അപ്പൊ ചേട്ടന്റെ കയ്യിൽ 6 ടിക്കറ്റ് ഉണ്ട്. 1, 2, 3, 4, 5, 6. അപ്പൊ 6 ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. 6 ടിക്കറ്റിന് എത്ര രൂപ? 300 രൂപ. ബാക്കി എടുക്കുവാണോ? അപ്പം 200 രൂപ ബാക്കിയുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ചേട്ടനൊരു വിഷു കൈനീട്ടം കൊടുക്കാം. ചേട്ടനെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. വിഷുവിന് ഞാൻ ചേട്ടൻ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അത് മോശമായി പോകും. അപ്പം 200 പിടിച്ചേ. ഒരു കൈ പൊങ്ങത്തില്ല. ഇങ്ങനെ പിടിച്ച് പൊക്കിയാലേ പൊങ്ങത്തുള്ളൂ അല്ലേ? അപ്പൊ ചേട്ടൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ ഈ കാർത്തിപ്പള്ളി കാവിപ്പിടിക്കൽ അമ്പലത്തിന്റെ അടുത്താണ് കേട്ടോ. ചേട്ടനെ ഞാൻ ഒരു വിഷു കൈനീട്ടം കൊടുക്കും. അല്ല, പിടിച്ചോ, സന്തോഷമായിട്ടിരിക്കട്ടെ. വിഷു കൈനീട്ടം മാത്രമല്ല, ഒരു വിഷു കിറ്റും കൂടെ തരട്ടെ. അപ്പൊ ചേട്ടനെ പോലെ ബുദ്ധിമുട്ടുന്ന അനുഭവിക്കുന്നവർക്കല്ലേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ യഥാർത്ഥ വിഷു കൈനീട്ടം കൊടുക്കേണ്ടത്. 2 ഡബിൾ വിഷു കൈനീട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചേട്ടന് എത്ര മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും? ഞാൻ 7:30, 7 മണിയൊക്കെ ആകുമ്പോൾ. ചേട്ടന്റെ വിഷു അടിപൊളിയായിരിക്കണം. അതെങ്ങനെയും കൊണ്ടുപോകല്ലോ. ഞാൻ കൊണ്ടാക്കണം. ഇനി ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുള്ള ആളാണ്. അപ്പം വിഷുവിന് എന്തായാലും ഞാൻ സന്തോഷത്തോടു കൂടി ചേട്ടന് ഒരു കിറ്റ് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ചേട്ടനത് വാങ്ങിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. എന്താണെങ്കിലും ഞാനിത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കൊടുത്തോളാം. വീട് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം എന്തായാലും വീട്ടിൽ കൊടുക്കാം. അപ്പോൾ ചേട്ടനൊരു വിഷു കിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴേ ചേട്ടൻ പറഞ്ഞ് വീട്ടിൽ കൊണ്ട് തരണമെന്ന് പറഞ്ഞു. ഒന്ന് കൊണ്ടുപോകാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് എനിക്ക് മനസ്സിലായത്. അപ്പം ചേച്ചിക്കും ബുദ്ധിമുട്ടുള്ളതാണ്. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഒരു ചെറിയ കിറ്റുമായിട്ട് ഇറങ്ങിയതാണ്. ചേട്ടൻ ഞാൻ കുറേ നാളായിട്ട് കാണുന്നുണ്ട്. അപ്പം ഹാപ്പി വിഷു. ഓക്കെ, പോട്ടെ ചേച്ചി, സന്തോഷം. ഹാപ്പി ആയിട്ടിരിക്കും. ഇടയ്ക്ക് ഞാൻ വരാം കേട്ടോ.